ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, കനത്ത മഴയൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ രോഷിക്ക് ക്ലാസ്സൊന്നുമില്ല കേട്ടോ, മഴയായതുകൊണ്ട് തന്നെ ക്ലാസ്സൊന്നുമില്ല. പിന്നെ പാപ്പിയാണെങ്കിൽ ഭയങ്കര വഴക്കാണ്. രോഷി ഒരു അടി കൊടുത്താൽ പാപ്പി രണ്ടടി കൊടുക്കും. അങ്ങനെയായിട്ട് അപ്പോൾ ഇവളുടെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ച് പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ ആൾ അതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ത് പറഞ്ഞാലും അതിന് തർക്കുത്തരമൊക്കെ കിട്ടുന്നുണ്ട്. അവൾ പഠിക്കണ സമയത്തൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഇവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോൾ ഒരു പാപ്പി എന്നെ വേഗം വിളിച്ചിട്ട് അമ്മ പറയും. പിന്നെ നാളെ നമുക്കൊരു സ്ഥലത്ത് പോകണം കേട്ടോ, പാപ്പിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരണം. എന്തായാലും ഇവിടെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ബസ്സിലൊക്കെ കയറി ഇറങ്ങി പോവുക, മഴ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത എന്തൊക്കെയൊക്കെയോ പുണ്യത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചുറ്റിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളത് വളരെ ശരിയായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നാളെ കണ്ണ് കാണിക്കാൻ പോകാമെന്ന് എന്തായാലും തീരുമാനിച്ചിട്ടുണ്ട്. പോവും ഞാനും ജോഷിയും പാപ്പിയും അതേപോലെ അപ്പുറത്ത് ഒരു ഫാമിലി കൂടി ഉണ്ട്, അവരോടൊപ്പമാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ശരിക്കും എനിക്ക് ഈ വീട്ടിൽ നിന്ന് കടയ്ക്ക് പോയാൽ എങ്ങനെ പോയിട്ട് വരാമെന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്കും ലോകാറിവ് കമ്മിയായ ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇന്ന് എനിക്ക് എവിടേക്കാണെങ്കിലും ഒറ്റയ്ക്ക് പോവാം, അവരോടൊപ്പം പോയാൽ എനിക്ക് ഒറ്റയ്ക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കിട്ടിയിട്ട്, അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകണം തന്നെ. ഇവളുടെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പറ്റും തന്നെ ദൈവത്തോട് നന്ദി പറയണം. എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പകുതി പോലും ചെയ്യാൻ പറ്റില്ല, അപ്പോഴേക്കും അത് സ്റ്റോപ്പായി നിൽക്കും. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ വന്നിട്ട് ഇപ്പോൾ ഇവളുടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നു. എന്തായാലും എനിക്ക് പൂർണ്ണമായിട്ട് നല്ലൊരു വിശ്വാസമുണ്ട്. എന്തായാലും പോസിറ്റീവായി എന്തെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇനി നെഗറ്റീവ് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സ് വിഷമിച്ച് കരഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ജീവിതം അങ്ങനെയാണ്, സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറി തരും. പണ്ടത്തെ ആൾക്കാർ പറയും, ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ച ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ അതുമായിട്ട് നമ്മളും അങ്ങനെ പൊരുത്തപ്പെട്ട് പോവുക എന്നത് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും അപ്പോൾ പാപ്പി ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ തന്നെ ഇരിക്കുന്നുണ്ട്. രോഷിയാണെങ്കിലും അപ്പോൾ രോഷി പഠിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ അടുത്തൊക്കെ ഇരിക്കും പോയിട്ട് എന്നിട്ട് കുരുത്തക്കേട് കാണിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ പോകണമെന്ന്, അങ്ങനെ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയത്. രാവിലെ ഒരു 9 മണിക്കൊക്കെയാണ്, 9:30 കഴിഞ്ഞു നമ്മൾ ഇറങ്ങണ സമയത്ത്. അപ്പോൾ അവൾ എപ്പോഴും ഉറങ്ങി എണീക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ കഴിക്കാൻ കൊടുത്തപ്പോൾ ആൾ കഴിച്ചില്ല. ഞാൻ എന്നിട്ട് രാവിലെ ഒരു പ്ലേറ്റിലൊരു ദോശയൊക്കെ ഇട്ടിട്ട് കഴിക്കുന്നീ പറഞ്ഞ് കൊടുത്തപ്പോൾ അവൾ വാശി കാണിച്ചിട്ട് കഴിച്ചില്ല. ഞാൻ 2 ദോശ കഴിച്ചു, രോഷിയും കഴിച്ചു. അങ്ങനെ പാപ്പിക്കുള്ള ദോശ ഒരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് അടച്ചു വെച്ച് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് കഴിക്കാൻ. എന്തായാലും വെച്ചാൽ നല്ല വിശപ്പുണ്ടാവും. ആളുടെ സമയമാകുമ്പോൾ മാത്രം ആൾ കഴിക്കുകയുള്ളൂ, അല്ലാതെ എന്ത് കൊടുത്താലും കഴിക്കില്ല. രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നതാണ്. ഉറക്കച്ചടവോ മാറിയിട്ടുമില്ല, അങ്ങനെയാണ് വന്നത്. പിന്നെ നമ്മൾ കണ്ണ് കൊണ്ടുവന്ന് കാണിക്കാൻ വന്നു. ലിറ്റിൽ ഫ്ലവേഴ്സ് അങ്കമാലിയിലാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കുന്നത്. പണ്ട് നമ്മൾ അരവിന്ദിലാണ് കാണിച്ചത്. ഇപ്പോൾ തൃശ്ശൂർ വന്നപ്പോൾ ഇവിടെ നിന്ന് അങ്കടിക്ക് പോകാൻ ദൂരം കൂടുതലാണ്. നമുക്ക് 6 മാസം കൂടുമ്പോഴാണ് കണ്ണിൻ്റെ ചെക്കപ്പൊക്കെ ചെയ്യേണ്ടത്. 6 മാസം കൂടുമ്പോൾ. പണ്ടൊക്കെ കണ്ണ് ചെക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെയാണ്. എന്താ ചോദിച്ചാൽ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഓരോ കണ്ണിനും ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് ചെയ്യാനുള്ളൊരു ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പാപ്പിൻ്റെ കണ്ണിന് 3 സർജറിയോളം കഴിഞ്ഞത് തന്നെ. അങ്ങനെ അതിലൊക്കെ അവൾ എത്ര വൃത്തിക്കും നല്ല അച്ചടക്കത്തോടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ പോകുമ്പോഴും ഈ സിസ്റ്റർ നല്ല പരിചയമാണ് കേട്ടോ. നമ്മൾ ഇവിടെ ലിറ്റിൽ ഫ്ലവേഴ്സിൽ പോകാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവരുമായിട്ട് ഭയങ്കര പരിചയമാണ്. അപ്പോൾ വാവനെ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, വാവയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പാപ്പി എൻ്റെ കണ്ണാട ഇപ്പോൾ ആൾക്ക് കണ്ണാട വയ്ക്കാതെ ഇരിക്കാൻ പറ്റില്ല. എപ്പോഴും കണ്ണാട വയ്ക്കണം. ഉറങ്ങണ സമയത്ത് മാത്രമേ കണ്ണാട താഴെ വയ്ക്കുകയുള്ളൂ, അല്ലാതെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും കണ്ണാട വയ്ക്കും. പണ്ടൊക്കെ ആണെങ്കിൽ കണ്ണാട വയ്ക്കാൻ സമ്മതിക്കില്ല, അതിനെടുത്ത് അപ്പം തന്നെ താഴെ എറിയാണ്. അപ്പോൾ അവർ പറഞ്ഞത് നരമ്പിനൊക്കെ ഭയങ്കര കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെയാണ് പോകുന്നത്, ഇങ്ങനെ തന്നെ
പോട്ടെ. ഇനി ഈ ഗ്ലാസ് ഒരു 6 മാസം കൂടി വയ്ക്കുക. അപ്പോൾ ഗ്ലാസ്സിന് വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചെക്കപ്പിന് വരുമ്പോൾ നമുക്ക് മാറ്റുകയാണെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇത് തന്നെ യൂസ് ചെയ്താൽ മതി. അവൾ എന്തായാലും ഇപ്പോൾ വയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി ഡോക്ടറെ ഒന്നുകൂടി കാണണം പറഞ്ഞു. അപ്പോൾ അതിന് കൂടിയിട്ടായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ 1-2 ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ മാറി മാറി കണ്ടിട്ടാണ് നമ്മൾ വരിക. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പണ്ടൊക്കെ കണ്ണിൻ്റെ കാര്യത്തിന് പോകുമ്പോഴാണ് കൂടുതൽ ടെൻഷൻ. അയ്യോ ഇനി ഇവൾക്ക് കാണില്ലേ, അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളാണ്. ശരിക്കും അവൾക്ക് കിട്ടാവുന്നതിലും ഈ ലോകത്തിൽ കൊടുക്കാവുന്നതിൽ ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് തന്നെ കിട്ടിയതിൻ്റെ ഭാഗ്യമാണ് ഇത്രയും അവൾക്ക് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ളത്. എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും സംഗീത സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇന്ന് ഇവളെ ഇത്രയും സന്തോഷത്തോടെയൊക്കെ പോകുന്നുണ്ട്. ഇവൾക്ക് ഇത്രയും എന്താ പറയുക, ബുദ്ധിപരമായിട്ടും ശാരീരികപരമായിട്ടും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കൈകളിലൂടെ മാത്രമാണ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ പണ്ട് മുതലേ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്തായാലും ഇങ്ങനെയൊക്കെ നമ്മൾ പോകാനും എടുക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും അതും എൻ്റെ പിന്നിൽ കുറച്ച് പേരുണ്ട് കേട്ടോ. അവരുടെ അടുത്തും എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അത്രയ്ക്കും ഞാൻ അവരുടെ അടുത്ത് കടപ്പെട്ടിരിക്കണോ. എന്തായാലും രോഷിൻ്റെ പഠനമാണെങ്കിലും നമ്മുടെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ അതിൻ്റെ പിന്നിൽ കുറച്ച് പേരുണ്ട്. അവരൊന്നും പേരോ ഒന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാണ്. വിരലിൽ എണ്ണാവുന്നവരാണെങ്കിലും എന്നും ഒരു വിളിക്ക് അപ്പുറമായിട്ട് കാതോർത്തിരിക്കുന്നവരാണ്. ഏത് സാഹചര്യത്തിലും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാം. പാപ്പിനെ പറഞ്ഞാൽ അവർക്ക് അത്രയ്ക്കും സ്നേഹമാണ്. നമ്മുടെ യൂട്യൂബ് തുടങ്ങി 4 വർഷത്തോളം ആവാറായി. ആ 4 വർഷം കൊണ്ടുള്ള പരിചയം ഇന്നും നിലനിന്ന് പോകുന്നുണ്ട്. അത് തന്നെ വലിയൊരു ഭാഗ്യം അല്ലേ. ഇന്ന് വന്നു നാളെ വേറൊരാൾ വന്നു അങ്ങനെയല്ല. ആ പഴയ ആൾക്കാരെ ആരൊക്കെയാണോ അവർ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അതിന് ഞാൻ ഈശ്വരനോടും അവരോടും എല്ലാവരുടെ അടുത്തും ഒത്തിരി 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 നന്ദി പറഞ്ഞു. എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ആലോചിച്ച് കരയാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നിട്ടില്ല. ഇനി എന്ത് എന്ന ജീവിതത്തിലൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് പോയി ഒരു പ്രതീക്ഷൻ്റെ ഒരു ചിഹ്നമാണ് വരുന്നത്. ഒരു പല്ല് തരുമോ ബാക്കി? നീ ഒരു പല്ലതാ, രോഷി ഒരു പല്ല് തരും. 2 പല്ല് തരുവോ? സുന്ദരി പല്ലിൻ്റെ ഒരെണ്ണം തരുവോ? ഇത്ര നേരം ഭയങ്കര വഴക്കായിരുന്നു. തരില്ല തരില്ല എന്ന് പറഞ്ഞിട്ട് അവളി ഒന്നും ആർക്കും കൊടുക്കൂല. ഒരു പല്ല് തരുമോ ബാപ്പി? പിന്നെ എന്താണ് അവസാനം പറഞ്ഞു ചേച്ചി തരും, ചേച്ചിൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞു. എന്നാലും ഞാൻ തരൂല എന്ന്. തരുമോ? ഒരു പല്ല് തരുമോ ബാപ്പി? ദേഷ്യം വന്നിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുകയാണ്. ഒരു പല്ല് തരുമോ ബാപ്പി അമ്മയ്ക്ക്? ആന്ന് ഒരെണ്ണം മതി. അത് കേട്ടവര് കമന്റ്. ഒരു പല്ല് തരുമോ ബാപ്പി? ഒരെണ്ണം തരുവോ? ഒരു പല്ല് തരുമോ ബാപ്പി? അയ്യോ അയ്യോ ചിരിക്കണ്ട. ഒരു പല്ല് തരുവോന്ന്? തരുവോ? നിന്റെ പല്ല് വൃത്തിയാക്കണം ഞാനാണ്, നിന്നെ കുളിപ്പിക്കുന്ന ഞാനാണ്. അപ്പൊ നിന്നോട് ഞാൻ ഒരു പല്ലല്ലേ ചോദിച്ചോളൂ. അവള് തരുവോ ബാപ്പി? ഒരു പല്ല് തരുവോ ബാപ്പി? തരുവോ? നിന്റെ സുന്ദരി പല്ല് തരത്തില്ല. എച്ചില്ല. ഒരെണ്ണം താ ബാപ്പി. തരുവോ? ഒരു പല്ല് തരുവോ ബാപ്പി? അവള് തരും, വെറുതെ ചോദിക്കണ്ട. ആശുപത്രി പോവാ, ഒരു പല്ല് അവളെന്തായാലും തരും. അമ്മക്ക് തരാണ്ടിരിക്കും. ആശുപത്രി പോവാ, വാ ഒരു പല്ലെടുക്കാൻ പോവാ. വാ ചിരിക്കണോ തലയും തത്തിയിട്ടുണ്ട്. വാ ചേച്ചിയെ നീ കൊടുത്തോ? ഇപ്പോഴേ ഇവരെന്നെ തട്ടിക്കളിക്കണു. ചേച്ചി തരും അനിയത്ത് തരുമുണ്ട്. നിങ്ങളൊക്കെ വലുതായി എന്നെ എങ്ങനെ നോക്കൂടി? എങ്ങനെ നോക്കും? ഒരു പല്ല് തരുമോ ബാപ്പി? വീണ്ടും അതിലേക്ക് വരികയാണ്. ഒരെണ്ണം തരുമോ? നമ്മ പോവാ, ആശുപത്രി പോവാ, ഒരു പല്ലെടുക്കാൻ പോവാ. പോവാ. കുട്ടി ടെൻഷനായി. അയ്യോ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? രോഷിൻ്റെ അടുത്ത് വാങ്ങിക്കാട്ടാ. നിന്റെ വേണ്ട, രോഷി തരും. ഓ ഓ അയ്യോ സ്നേഹം കൂടാൻ വരുന്നു നോക്ക്. ഇപ്പൊ അവളുടെ വേണ്ടാന്ന് പറഞ്ഞപ്പോ സ്നേഹം കൂടാൻ വരും. ചേച്ചിയെ കൊടുക്കോ?
ചോദിച്ചു കൊടുക്കുവോ? പാപ്പ തരും. പിന്നെ ഞാൻ നന്നിട്ട് പാപ്പിക്കല്ലേ അമ്മനോട് കൂടുതൽ സ്നേഹം. നീ തരുവോ? പാപ്പി തരുവോ? പല്ല് തരുവോ? തരുവോ? നിന്നെ കുളിപ്പിക്കുന്നത് ഞാനാണ്. എനിക്ക് ചോറ് തരും, പാപ്പിന്റെ പല്ലല്ലേ നല്ല ഭംഗിയുള്ള പല്ല്? സുന്ദരി പല്ല്. പാപ്പ എന്റെ പല്ല് ഭംഗിയില്ല, പാപ്പിന്റെ ഭംഗിയുള്ള. സുന്ദരി പല്ലല്ലേ പാപ്പിന്റെ? തരുവോ? ഒരെണ്ണം തരുവോ? ഞങ്ങൾ അവള് തരും. ആര്? പാപ്പിയല്ലേ? പാപ്പിന്റെ ഒരു കാര്യം നമുക്ക് തരൂല. അതൊക്കെ പാപ്പിന്റെ സ്വന്തം എന്ന കുറേ കാര്യങ്ങൾ അവള് മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ പാപ്പിന്റെ മാത്രമാണ്. പാപ്പി അത് ആർക്കും തരൂല. അല്ലേ? പോയി കുളിക്കാന്നാ? പോയി കുളിക്കാം. കുളിച്ച് സുന്ദരിയാവണ്ടേ? അപ്പൊ ശരി, എന്നാ കുളിച്ചിട്ട് വരാം. പറയ്.